നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചു. കാഷ്വാലിറ്റിയിലുണ്ടായ അതിക്രമ സംഭവങ്ങളിലാണ് പ്രതിഷേധം. മഞ്ചേശ്വരം KJM റോഡ് പ്രവൃത്തിക്ക് തുടക്കം. വർഷങ്ങളായി ദയനീയാവസ്ഥയിലായിരുന്ന റോഡിനാണ് പുതുജീവൻ. അമിത വേഗത്തിലെത്തിയ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. പയ്യന്നൂർ നഗരത്തിലുണ്ടായ അപകടത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്റർ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മാതൃശിശു ആശുപത്രിയിൽ കൂടുതൽ തസ്തികകൾ അനുവദിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണു. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചു. കാഷ്വാലിറ്റിയിൽ ഉണ്ടായ അതിക്രമ സംഭവങ്ങളിലാണ് പ്രതിഷേധം. ജീവനക്കാർക്ക് മതിയായ സുരക്ഷ ഒരുക്കണമെന്നും അക്രമിയെ ഉടൻ പിടികൂടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കാഷ്വാലിറ്റിയിലെ ഡോക്ടറുടെ ജോലി തടസ്സപ്പെടുത്തി ചികിത്സയ്ക്കെത്തിയവർ തമ്മിൽ അടിപിടിയുണ്ടായ സംഭവത്തിൽ അക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് OP ബഹിഷ്കരിച്ചത്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ജീവനക്കാർ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി. സ്റ്റാഫ് കൗൺസിൽ ചെയർപേഴ്സൺ ഡോക്ടർ അരുണ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സ്നേഹ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല. അതുപോലെ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം പതിവാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും KGMOA ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭാഗ്യകരമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. അതിനുവേണ്ടി ആശുപത്രി പ്രൊട്ടക്ഷൻ നിയമം എത്രയും പെട്ടെന്ന് ഏത് സംഭവമുണ്ടായാലും ഉടനെ തന്നെ നടപ്പിലാക്കി പ്രതിയെ അറസ്റ്റ് ചെയ്യുക. കൂടാതെ കാഷ്വാലിറ്റികൾ അത്യാഹിത വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മാത്രം സ്ഥലമായി ട്രയേജ് സംവിധാനം ഏർപ്പെടുത്തുക. ഓരോ കാഷ്വാലിറ്റിയിലും ഒരേ സമയത്ത് 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമായാലേ നമുക്ക് കാഷ്വാലിറ്റി നന്നായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മേജർ ഹോസ്പിറ്റലുകളിൽ 8 കാഷ്വാലിറ്റി ഡോക്ടറുടെ പോസ്റ്റിംഗ് ആവശ്യമാണ്. കൂടാതെ ആശുപത്രികൾ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരുപാട് കാലത്ത് ആവശ്യമാണ്. നമ്മളൊരു കുറച്ച് സുരക്ഷ ആവശ്യമുള്ള ഒരു സ്ഥലത്ത് കടന്നു പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കടന്നു പോകാൻ സാധിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഒരു അക്രമി വരുമ്പോൾ അതിൻ്റെ കൂടെ 4-5 ആൾക്കാരും അതിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്കാരൊക്കെയാണ് കാഷ്വാലിറ്റിയിൽ കടന്നു വരുന്നത്. ഇവരുടെ അക്രമങ്ങൾ സഹിക്കേണ്ട ഒരു ഗതികേടാണ് നമ്മുടെ ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒന്നാമത് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക. കൂടാതെ ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഏത് അക്രമിയെയും ഉടൻ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്താൽ തീർച്ചയായും ഇത്തരം അക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റും. വ്യാഴാഴ്ച രാവിലെയാണ് അണങ്കൂർ ബദിരയിൽ തമ്മിലിടിച്ചവർ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. പരുക്കേറ്റയാളെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇയാൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടാകുകയായിരുന്നു. പിറകിൽ നിന്നും ചവിട്ടേറ്റ ഇയാൾ തെറിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ മുകളിലേക്ക് വീണു. അക്രമത്തിൽ രോഗിക്കും ഡോക്ടർക്കും പരിക്കേറ്റു. ആക്രമണം തടയുവാനോ അക്രമിയെ പിടികൂടുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഡോക്ടർമാരുടെ ആരോപണം. അതേസമയം സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു. ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. അക്രമിയെ പിടികൂടിയില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വർഷങ്ങളായി ദയനീയാവസ്ഥയിലായിരുന്ന മഞ്ചേശ്വരം KJM റോഡിന് പുതുജീവൻ ലഭിക്കുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ AKM അഷ്റഫ് MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 97 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് വികസന പ്രവർത്തികൾ വ്യാഴാഴ്ച ഔദ്യോഗികമായി ആരംഭിച്ചത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ AKM അഷ്റഫ് MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 97 ലക്ഷം രൂപ അനുവദിച്ച് മഞ്ചേശ്വരം KJM റോഡ് വികസന പ്രവർത്തികൾ ആരംഭിച്ചു. ഏകദേശം 1400 മീറ്റർ നീളമുള്ള റോഡിന്റെ വികസന പദ്ധതിയിൽ
1100 മീറ്റർ കോൺക്രീറ്റ് റോഡും 300 മീറ്റർ ആസ്ഫാൾട്ട് റോഡും ഉൾപ്പെടുന്നു. കൂടാതെ മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 250 മീറ്റർ നീളമുള്ള ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക വികസനത്തിന് മുൻഗണന നൽകി നടത്തുന്ന പദ്ധതികളിൽ KJM റോഡ് വികസനം മഞ്ചേശ്വരത്തിൻ്റെ സമഗ്ര പുരോഗതിയിലേക്കുള്ള മറ്റൊരു പ്രധാന ചുവടുവയ്പ്പായിരിക്കുമെന്ന് AKM അഷ്റഫ് MLA അഭിപ്രായപ്പെട്ടു. പ്രവൃത്തി പൂർത്തിയായാൽ മഞ്ചേശ്വരം, KJM, ചൗക്കി മേഖലകളിലെ നിവാസികൾക്ക് ഗതാഗത സൗകര്യത്തിൽ വലിയ ആശ്വാസം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വർഷങ്ങളായി നിലനിന്ന പ്രശ്നത്തിനൊടുവിൽ പരിഹാരം കാണാനായതിൽ നാട്ടുകാർ സന്തോഷം പ്രകടിപ്പിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അമിത വേഗത്തിലെത്തിയ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. പയ്യന്നൂർ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരിയായ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തൃക്കരിപ്പൂർ ഉടുമ്പന്തലയിലെ N കബീറിന്റെ ഭാര്യ 61 വയസ്സുള്ള K ഖദീജയാണ് മരിച്ചത്. നീലേശ്വരം സ്വദേശികൾ ഉൾപ്പെടെ 4 പേർ സഞ്ചരിച്ച കാർ വ്യാഴാഴ്ച രാത്രിയാണ് ടൗണിൽ അപകടം വരുത്തിയത്. ബൈക്ക് യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ 3 വാഹനങ്ങളാണ് തകർന്നത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് രാത്രിയിൽ അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന 2 യുവാക്കളെ പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂർ കോളോത്ത് പാസ്പോർട്ട് ഓഫീസ് ഭാഗത്തുനിന്നും ടൗണിലേക്ക് അമിത വേഗതയിലെത്തിയ ഹ്യുണ്ടായി വെർണ കാറാണ് അപകടം വരുത്തിയത്. യാത്രക്കാരുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷയെയും 2 ബൈക്കുകളെയും ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. ബൈക്ക് യാത്രികർക്കും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ ടയർ പൊട്ടി. നാട്ടുകാരും ഡ്രൈവർമാരും ചേർന്ന് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് കാർ തടഞ്ഞു നിർത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു. കാറിൽ 4 യുവാക്കളാണ് ഉണ്ടായിരുന്നത്. 2 പേരെ പോലീസ് പിടികൂടി. മറ്റു 2 പേർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. നീലേശ്വരം സ്വദേശികളായ അഭിരാഗ്, അഭിജിത്ത് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. 5 ദിവസങ്ങളിൽ 10 വേദികളിലായി നടന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിലെ ജനറലിൽ ആതിഥേയരായ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലും പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ജേതാക്കളായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന UP വിഭാഗം ജനറലിൽ 80 വീതം പോയിന്റുകൾ നേടി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളും ഉദിനൂർ സെൻട്രൽ AUP സ്കൂളും കിരീടം ചൂടി. LP ജനറലിൽ AUPS ഓലാട്ട് ജേതാക്കളായി. LP വിഭാഗം അറബിക് കലോത്സവത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ, ALPS തങ്കയം, IIALP സ്കൂൾ ചന്ദേര, പാടിക്കൽ ഗവൺമെന്റ് UP സ്കൂൾ, വാൾവക്കാട് ഗവൺമെന്റ് LP സ്കൂൾ, ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALPS, ഉദിനൂർ എടച്ചക്കൈ AUPS, പൊള്ളപ്പൊയിൽ ALP സ്കൂൾ, കുന്നച്ചേരി ALP സ്കൂൾ എന്നിവ ഓവറോൾ ചാമ്പ്യന്മാരായി. UP അറബിക് കലോത്സവത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ, തുരുത്തി RUEMHS, പടനാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ്, ഉദിനൂർ എടച്ചക്കൈ AUPS എന്നീ ടീമുകൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പടന MRVHS, തുരുത്തി RUEMHS എന്നീ ടീമുകൾ ഓവറോൾ ചാമ്പ്യന്മാരായി. UP വിഭാഗത്തിൽ പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂൾ, ഓലാട്ട് AUP സ്കൂൾ ടീമുകൾ ചാമ്പ്യന്മാരായി. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ KMVHS കൊടക്കാട് ജേതാക്കളായി. കയ്യൂർ GVHSS 2ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സാഹിത്യം സമൂഹത്തെ മാറ്റും, അതുപോലെ തന്നെ കലയിലേക്ക് നയിക്കും. സഹാനുഭൂതി ലോകത്തെ രക്ഷിക്കും. ഈ 3 കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ അനസ്യൂതം അഭംഗുരം തുടരാൻ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗസൽ ഗായകൻ അലോഷി ആദം മുഖ്യാതിഥിയായിരുന്നു. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യടക്കത്ത്, വർക്കിംഗ് ചെയർമാൻ MKV രാജേഷ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ,
ജനറൽ കൺവീനർ ഡോക്ടർ ടി ഗീത, മുഖ്യാധ്യാപകൻ കെ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മാധവൻ നമ്പൂതിരി, ഗീതേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വേദ EV ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചു. യുവമനസ്സുകളെയും സമൂഹത്തെയും ശുദ്ധവും പുനരുപയോഗിക്കാനാവുന്നതുമായ ഊർജം സ്വീകരിക്കാനും ഗോ ഗ്രീൻ സേവ് നേച്ചർ ദൗത്യത്തിൽ മുന്നോട്ടു പോകാനും പ്രചോദിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിലൂടെ വേദ ഹാപ്പിനെസ് സെന്റർ ലക്ഷ്യമിടുന്നത്. കാസർഗോഡ് നഗരത്തിൽ EV ചാർജിംഗ് സ്റ്റേഷൻ എന്ന വ്യത്യസ്തമായ ആശയം യാഥാർത്ഥ്യമാക്കി വേദ ഹാപ്പിനെസ് സെന്റർ. വേദ EV ചാർജിംഗ് സ്റ്റേഷൻ എന്ന പേരിലാണ് സംരംഭം തുടങ്ങിയത്. കാസർഗോട്ടെ ജനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയാണ് വേദ വേറിട്ട ഈ ആശയം നടപ്പിലാക്കിയത്. കാസർഗോഡ് നഗരത്തിൽ റെസ്റ്റോറൻറ്റുകൾ, ആശുപത്രികൾ, തുണിക്കടകൾ, വിനോദ ഇടങ്ങൾ എന്നിവയ്ക്ക് സമീപം സൗകര്യപ്രദമായ സ്ഥലത്താണ് വേദ EV ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത്. സ്റ്റേഷനിൽ ഡ്യുവൽ ഗൺ സഹിതമുള്ള 60 kV DC ഫാസ്റ്റ് ചാർജറുണ്ട്. യാത്രക്കാർക്ക് സുസ്ഥിരവും സുഖപ്രദവുമായ ഒരു സ്റ്റോപ്പ് ഓവറാണ് വേദ വാഗ്ദാനം ചെയ്യുന്നത്. EV ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും KC കോംപ്ലക്സിന്റെ ഉടമയുമായ മുഹമ്മദ് ഇർഷാദ് KC, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ AK ശ്യാം പ്രസാദ്, മിഥുൻ ജ്വല്ലറി ഉടമയും AKG SMA യൂണിറ്റ് പ്രസിഡന്റുമായ GV നാരായണൻ എന്നിവർ പങ്കെടുത്തു. റോഷി ജ്വല്ലറിയുടെ ഉടമകളായ പുരുഷോത്തമൻ P, തങ്കമണി P, റോഷി ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ ആദർശ് പ്രേം, വേദ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ വിനീത് VG, പ്രിയങ്ക P എന്നിവരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഡോക്ടർ റോഷിത, ഡോക്ടർ ബീന, ഡോക്ടർ ബബിത എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ബേബി ക്യാമ്പ് ഉടമയും സ്കൈല ഇലക്ട്രിക്കൽ ഉടമയും ചടങ്ങിൽ പങ്കെടുത്തു. മനോഹരവും പ്രതീകാത്മകവുമായ ഒരു സ്പർശം നൽകി. വൃത്തിയുള്ളതും പച്ചപ്പു നിറഞ്ഞതുമായ നല്ല നാളേക്കുള്ള പ്രതീക്ഷയേകി ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വേദ, മേധ, അഹാൻ എന്നിവർ റിബൺ മുറിക്കൽ ചടങ്ങ് നിർവഹിച്ചു. ഈ സംരംഭത്തിലൂടെ യുവമനസ്സുകളെയും സമൂഹത്തെയും ശുദ്ധവും പുനരുപയോഗിക്കാനാവുന്നതുമായ ഊർജം സ്വീകരിക്കാനും ഗോ ഗ്രീൻ സേവ് നേച്ചർ ദൗത്യത്തിൽ മുന്നോട്ടു പോകാനും പ്രചോദിപ്പിക്കുക എന്നതാണ് ഈ പ്രവൃത്തിയിലൂടെ വേദയുടെ ലക്ഷ്യം. ഇത് ഭൂമിയെ സംരക്ഷിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന മൂല്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ മാതൃശിശു ആശുപത്രിയിൽ കൂടുതൽ തസ്തികകൾ അനുവദിച്ച് മന്ത്രി AK ശശീന്ദ്രൻ. മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മാതൃശിശു ആശുപത്രിക്ക് കൂടുതൽ തസ്തികകൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രധാന തീരുമാനം എടുത്തതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ആരോഗ്യമേഖല താഴെത്തലം തൊട്ട് ഉന്നതതലത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ ജനസൗഹൃദവും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ആകെ ഫലമായി ആരോഗ്യമേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും കേരളം 1-ാം സ്ഥാനത്താണ്. ഈ അംഗീകാരങ്ങൾ ആവേശപൂർവ്വം വിലയിരുത്തുമെന്നും വിനയത്തോടെ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രചോദനമായി ഉൾക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്തിൽ 7 സെന്ററുകളാണ് ഫാമിലി സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. എല്ലാറ്റിനും നല്ല മികച്ച കെട്ടിടങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിലത്തെ സബ് സെന്ററിന്റെ കെട്ടിടമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഇനി ഒരു കെട്ടിടത്തിന്റെ ആവശ്യമില്ലാത്ത വിധം സമ്പൂർണ്ണ ആരോഗ്യ പ്രവർത്തനം നേടിയ പഞ്ചായത്തായി ഈ പഞ്ചായത്തിനെ ഇതോടുകൂടി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത്. നമുക്ക് ഒരുമിച്ച് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കാം. മറ്റുള്ളവർ വിമർശനം കേട്ട് തളരാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മാതൃകാ ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. ആ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ അഭിപ്രായ വ്യത്യാസം ഏറെയുണ്ടെങ്കിലും നമ്മുടെ MPയും തയ്യാറാണ് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. മടിക്കൈ പഞ്ചായത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും മികച്ചതായി. ഏറ്റവും ഒടുവിലത്തെ സബ് സെന്ററിന്റെ കെട്ടിടം മനോഹരമായി പൂർത്തീകരിച്ച് ആരോഗ്യമേഖലയിൽ സമ്പൂർണ്ണത നേടിയ പഞ്ചായത്തായി മടിക്കൈ മാറിയതായും മന്ത്രി പറഞ്ഞു.
ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ C. സനൂപ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടം ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 55.5 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച പ്രവർത്തനമാണ്. ധനകാര്യ കമ്മീഷന്റെ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി നടത്തിയത്. പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ കരാർ കാലാവധിക്കുള്ളിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതായി അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. K. വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. V. ശ്രീലത, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P. സത്യ, T. രാജൻ, രമാ പത്മനാഭൻ, മെമ്പർമാരായ T. രതീഷ്, A. വേലായുധൻ, മുൻ പ്രസിഡന്റുമാരായ C. പ്രഭാകരൻ, K. V. കുമാരൻ, M. രാജൻ, പഞ്ചായത്ത് മുൻ അംഗങ്ങളായ ബംഗളം കുഞ്ഞികൃഷ്ണൻ, V. നാരായണൻ മുണ്ടോട്ട്, P. P. രാജു, O. കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. പ്രകാശൻ സ്വാഗതവും മടിക്കൈ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. സ്കൂൾ അക്കാദമിക് അഡ്വൈസറും ട്രോമ കെയർ പോലീസ് വോളണ്ടിയേഴ്സ് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ വെങ്കട്ടരമണ ഹൊള്ളയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂൾ അക്കാദമിക് അഡ്വൈസറും ട്രോമ കെയർ പോലീസ് വോളണ്ടിയേഴ്സ് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ വെങ്കട്ടരമണ ഹൊള്ളയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നളിനാക്ഷൻ, SI മാരായ അൻസാർ, രാജീവൻ, ശശിധരൻ, സൗപനി, സോഷ്യൽ പോലീസ് ഡിവിഷൻ ജില്ലാ കോർഡിനേറ്റർ P. K. രാമകൃഷ്ണൻ, ജനമൈത്രി പോലീസ് ശ്രീജിത്ത് എന്നിവർ കുട്ടികൾക്ക് ബോധവത്കരണ ക്ലാസ് എടുത്തു. കുട്ടികളോടൊപ്പം സ്കൂൾ പ്രധാന അധ്യാപിക ലീലാവതി K. നായർ, ടീച്ചർമാരായ രാധാമണി, അനിത, പവിള, സ്കൂൾ ട്രഷറർ പ്രകാശൻ എന്നിവരും പങ്കെടുത്തു. ബാലഭവൻ സ്കൂളിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉപഹാരം നൽകി. സന്ദർശിച്ച കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് BJP. അനർഹമായി പേര് കൂട്ടിച്ചേർത്തെന്നാണ് ആരോപണം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നും പുനർപരിശോധന വേണമെന്നും BJP ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിലെ 12ാം വാർഡിലാണ് 90-ലധികം വോട്ടുകൾ അനധികൃതമായി ചേർത്തതായി BJP ആരോപണമുന്നയിക്കുന്നത്. വോട്ടർ പട്ടികയിൽ വളരെയേറെ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ പരാതി പറഞ്ഞിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ 25/10/2025 പ്രസിദ്ധീകരിച്ച 12ാം വാർഡിൻ്റെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലുകൾ ഒരു 93ഓളം കൂട്ടിച്ചേർക്കൽ നടന്നിട്ടുണ്ട്. അതിൽ പല സമീപ പ്രദേശത്തുള്ള വാർഡുകളിൽ നിന്നും അനധികൃതമായിട്ടാണ് കൃത്രിമം കാണിച്ചിട്ടാണ് ഈ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ളത്. ആ പട്ടികയിൽ ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ പരാതി സ്വീകരിക്കാൻ ഈ സൂപ്രണ്ട് നാരായണ നായിക് എന്ന വ്യക്തി തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെ ഉപരോധിക്കുന്നത്. ഉപരോധത്തിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. 12ാം വാർഡിലെ വോട്ടർ പട്ടിക ശുദ്ധമാക്കണം. ആ ശുദ്ധമാക്കണം എവിടെ നിന്നൊക്കെയാണ് വന്നത് അത് പരിശോധിക്കണം. ഏത് നടപടിക്രമങ്ങളാണ് എടുത്തത്, ആരൊക്കെയാണ് അതിന് അന്വേഷണത്തിന് പോയിട്ടുള്ളത്, അവരൊക്കെ മറുപടി പറയേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടണം, ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടണം. അങ്ങനെ പറയാൻ നാരായണ സൂപ്രണ്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ ആരാണ് നടപടിയെടുത്തിട്ടുള്ളത്, ആരാണ് നടപടിക്രമങ്ങളിൽ പങ്കാളികളായിട്ടുള്ളത്, അവരുടെയൊക്കെ പേരിൽ നടപടികൾ വേണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായും തിരഞ്ഞെടുപ്പ് അട്ടിമറിയും ആരോപിച്ച് നഗരസഭാ സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞുവച്ചു. 93 വോട്ട് ഇത് വാർഡിൽ ചേർന്നിട്ടുണ്ട്. 12ാം വാർഡ് അതിൽ 54 ഷിഫ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. ബാക്കിയുള്ളത് 41 ഏതെന്ന് നോക്കാം. 39 നോക്കാൻ വേണ്ടിയില്ല. നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങളെ വീട്ടിലെ
അതിപ്പോൾ ഇവർ പോയിട്ടുണ്ട്, മണ്ഡല പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ് പോയി. വിഷയത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ലെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. ഞങ്ങൾ പ്രധാനമായി എടുത്തു പറയുന്ന 12 വാർഡാണ്. അതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞിട്ടുള്ളത്. മറ്റു വാർഡുകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട വോട്ടുകളിൽ കൂടുതലും ഞങ്ങൾ പരിശോധന ഇന്ന് വൈകുന്നേരത്തോടെ കണ്ടുപിടിച്ച് സെക്രട്ടറിക്ക് അറിയിപ്പോൾ ഈ 12 വാർഡിലെ വോട്ടർ പട്ടിക സംശുദ്ധമാക്കണം, അനധികൃതമായി തിരികെ കയറ്റിയവരെ ഒഴിവാക്കണം. അതിന് അന്വേഷണം നടത്തി ആരാണോ തിരികെ കയറ്റിയത് അവർക്കെതിരെ നടപടി വേണം. ആരായാലും അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 12ാം വാർഡിനു പുറമെ മറ്റു വാർഡുകളിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിച്ച് വോട്ടർ പട്ടിക ക്രമക്കേട് പരിഹരിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് BJPയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ബളാംതോട് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. KSCF പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ബളാംതോട് യൂണിറ്റിന്റെ 2025 വർഷത്തെ വാർഷിക പൊതുയോഗം ജനാബ് TA ഷംസുദ്ദീൻ ഹാജി നഗറിൽ വെച്ചാണ് നടന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം KSCF പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സൂര്യനാരായണ ഭട്ട് നിർവഹിച്ചു. ഒരുപാട് മേഖലകളിൽ ഒരുപാട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കുടുംബങ്ങളിൽ കാണുന്ന ഒരുപാട് വിഷയങ്ങളിൽ വ്യക്തിപരമായിട്ടും അല്ലാതെ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിനൊക്കെ സമയം അനുവദിക്കില്ല. മാക്സിമം ഒരു 5 മിനിറ്റാണ് അധ്യക്ഷ ഭാഷണം, ഉദ്ഘാടന ഭാഷണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആശയങ്ങൾ പങ്കിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാനും ഒരു രക്ഷിതാവാണ്. കുടുംബത്തിൽ എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറേയൊക്കെ ഞാൻ ബോധവാനാണ്. കൃഷ്ണൻകുട്ടി നായർ അധ്യക്ഷത വഹിച്ചു. ജോർജ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. കൂക്കൽ രാഘവൻ, K കൃഷ്ണൻകുട്ടി, ശ്യാമള കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സുകുമാരൻ പിള്ള നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബളാംതോട്. തടഞ്ഞുവെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യം. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം നടന്നു. തടഞ്ഞുവെച്ച പെൻഷൻ പരിഷ്കരണ അവസാന ഘടുവും ക്ഷാമബത്ത കുടിശ്ശികയും അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പറ്റുന്നവരിൽ വലിയ പെൻഷൻ പറ്റുന്നവരുണ്ടാവും, ഏറ്റവും ചെറിയ പറഞ്ഞതുപോലെ പങ്കാളിത്ത പെൻഷൻ രാജ്യത്ത് നിലവിൽ വന്നതോടുകൂടി പെൻഷൻകാരുടെ അവസ്ഥ വളരെ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ സർവീസ് സംഘടനകൾ, അധ്യാപക സംഘടന ഉൾപ്പെടെ നടത്തുന്ന സമരങ്ങൾ ഈ സംഘടന രൂപം കൊണ്ട കാലം മുതൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പെൻഷൻ പരിഷ്കരണം. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകണം, സർക്കാർ പുനഃപരിശോധിക്കണം എന്നത്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അതിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ സംഘടന രൂപം കൊണ്ടത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ക്രിയാത്മകമായ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യവും കേരളത്തിലെ മറ്റ് സർവീസ് പെൻഷനുകൾ സംഘടനകൾ അങ്ങനെ വരുന്നു എന്ന സാഹചര്യത്തിലാണ് ഈ ഇത്തരം സംഘടനകൾ രൂപം കൊണ്ടുവരുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ജോയിന്റ് പെൻഷനും AKSU, നമ്മുടെ KGOF ഉൾപ്പെടെ പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് ആ സമ്പ്രദായം ഉപേക്ഷിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അത് പുനഃസ്ഥാപിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് P മധുകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M കുഞ്ഞിക്കണ്ണൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. M മഹേഷ് കുമാർ, K പത്മനാഭൻ, K പ്രീത, കരുണാകരൻ കരിമ്പിൽ, VM ചന്ദ്രൻ, രവീന്ദ്രൻ മാണിയാട്ട്, N ബാലകൃഷ്ണൻ, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുക, കണ്ണൂരിൽ ഓട്ടം അവസാനിപ്പിക്കുന്ന തീവണ്ടികൾ കാസർഗോഡ് വരെ നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ഭാരവാഹികളായി M കുഞ്ഞിക്കണ്ണൻ നായരെ പ്രസിഡന്റായും, P കുമാരൻ, VV ഇന്ദിര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, VM ചന്ദ്രനെ സെക്രട്ടറിയായും, UK ദാമോദരൻ, മാധവൻ മാട്ടുമൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും,
കരുണാകരൻ കരിമ്പിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ദിനേശ് കോട്ടച്ചേരി സംഘത്തിന്റെ കീഴിലുള്ള രാവണേശ്വരം ബ്രാഞ്ചിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കെ ശകുന്തളയ്ക്ക് തൊഴിലാളികളും പ്രവർത്തകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. രാമഗിരി AK സ്മാരകത്തിലാണ് യാത്രയയപ്പ് യോഗം നടന്നത്. കേരള ദിനേശ് കോട്ടച്ചേരി സംഘത്തിന്റെ കീഴിലുള്ള രാമണേശ്വരം ബ്രാഞ്ചിൽ നിന്നും 58 വയസ്സ് പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്ന കെ ശകുന്തളയ്ക്ക് തൊഴിലാളികളും പ്രവർത്തകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. രാമഗിരി AK സ്മാരകത്തിൽ നടന്ന യാത്രയയപ്പ് യോഗം കോട്ടച്ചേരി ദിനേശ് സഹകരണ സംഘം പ്രസിഡന്റ് P. കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു. അവരെടുക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളിൽ ഒരു പ്രായപരിധി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രായപരിധി കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും റിട്ടയർ ചെയ്യുകയാണ്. റിട്ടയർ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്യാതെ പോയ ഒരുപാട് തൊഴിലാളികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്യുക എന്നുള്ളത് നമ്മുടേതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും പോകുമ്പോൾ ഇതുപോലുള്ള യാത്രയയപ്പൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ യാത്രയക്കുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യാതെ ഇടക്കാലയളവിൽ 45 വയസ്സിലും 50 വയസ്സിലും ഒക്കെ തന്നെ പോയ ആളുകളുണ്ട്. അവർക്കൊന്നും റിട്ടയർമെന്റ് ഇല്ല. അവരെല്ലാം സ്വയം പിരിഞ്ഞു പോയവരാണ്. അപ്പോൾ റിട്ടയർ എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഏത് മേഖലയിൽ, സർവീസ് മേഖലയിലായാലും നമ്മുടെ BD മേഖലയിലായാലും നമ്മൾ കാണുന്നു. A. ഉഷ അധ്യക്ഷത വഹിച്ചു. P. കൃഷ്ണൻ കോടാട്ട്, A. പവിത്രൻ മാസ്റ്റർ, M. മുഹമ്മദ് കുഞ്ഞി, കരുണാകരൻ കുന്നത്ത്, K. ചന്ദ്രൻ, P. K. പ്രകാശൻ, മധു കൊളവയൽ, K. അനീഷ്, P. തങ്കമണി, P. കാർത്യായനി, M. കുട്യൻ, P. രാധാകൃഷ്ണൻ, K. V. കമലാക്ഷി എന്നിവർ സംസാരിച്ചു. K. ശകുന്തള മറുപടി പ്രസംഗവും K. ലക്ഷ്മി സ്വാഗതവും പറഞ്ഞു. പരിപാടിയിൽ വെച്ച് ശകുന്തളയും കുടുംബാംഗങ്ങളും ചേർന്ന് കനിവ പാലിയേറ്റീവിനുള്ള സഹായവും കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുപനത്തടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മയക്കുമരുന്നിനും അക്രമത്തിനുമെതിരെ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ജോസ് കളത്തിപ്പറമ്പിൽ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ചെറുപനത്തടി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മയക്കുമരുന്നിനും അക്രമത്തിനുമെതിരെ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ പ്രിൻസിപ്പൽ ഫാദർ ജോസ് കളത്തിപ്പറമ്പിൽ സന്ദേശയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NJ രഘുനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു. സമൂഹത്തിന്റെ ഭാവി തലമുറയായ വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമകളാകരുതെന്നും മയക്കുമരുന്ന് ജീവിതത്തെ തകർക്കുന്ന ശത്രുവാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികൾ മയക്കുമരുന്നിനെതിരെ പോസ്റ്ററുകളും ബാനറുകളും തയ്യാറാക്കി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ചടങ്ങിന്റെ പ്രത്യേക ആകർഷണമായി മാറി. പാണത്തൂരിൽ നടന്ന സമാപന സമ്മേളനം പാണത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 15ാം വാർഡ് മെമ്പർ വേണു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാണത്തൂർ പള്ളി വികാരി ഫാദർ നോബൽ പന്തലാനി ആശംസയർപ്പിച്ച് സംസാരിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടി സമൂഹ സദസ്സിൽ പരിവർത്തനമുണ്ടാക്കുന്ന സന്ദേശമായി മാറി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചു. കാഷ്വാലിറ്റിയിലുണ്ടായ അതിക്രമ സംഭവങ്ങളിലാണ് പ്രതിഷേധം. മഞ്ചേശ്വരം KJM റോഡ് പ്രവൃത്തിക്ക് തുടക്കം. വർഷങ്ങളായി ദയനീയാവസ്ഥയിലായിരുന്ന റോഡിനാണ് പുതുജീവൻ. അമിത വേഗത്തിലെത്തിയ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. പയ്യന്നൂർ നഗരത്തിലുണ്ടായ അപകടത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മടിക്കൈ പൂത്തക്കാൽ ഹെൽത്ത് സബ് സെന്റർ മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മാതൃശിശു ആശുപത്രിയിൽ കൂടുതൽ തസ്തികകൾ അനുവദിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണു. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവെച്ച പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ജില്ലാ സമ്മേളനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.